ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. നമ്മൾ +2 സ്റ്റുഡൻസിനായുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ +2 എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങൾ +2 റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയ്യിൽ എങ്ങനെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. മെയ്യിലെ നമുക്ക് നമ്മുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. ഈ മെയ് മാസത്തെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമ്മൾ അടുത്ത ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ആലോചിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ തന്നെ ആലോചിക്കേണ്ട ഒരു മെയിൻ ആയുള്ളൊരു കാര്യമാണ്, +2 കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം. ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഒരുപാട് കോളേജുകൾ അവൈലബിൾ ആണ്. എവിടെ ചേരണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടാവുക. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഏപ്രിൽ മന്ത് ലാസ്റ്റ് ആയ ഉടനെ ഇപ്പം തന്നെ ഒരുപാട് പേര് കുറേ കോളേജുകളൊക്കെ പോയി സീറ്റൊക്കെ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ്, അതായത് നമ്മുടെ മിസ്സിൻ്റെ ചാനലൊക്കെ കണ്ട് നമ്മളെ എജുവാലറ്റിലെ സ്റ്റുഡൻസ് ഒരുപാട് പേര് മിസ്സിന് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. കുറച്ച് പേരൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു കോഴ്സസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ്, നമുക്ക് എന്തൊക്കെ ചെയ്യാം +2ന് ശേഷം, ഏതൊക്കെയാണ് കൂടുതൽ നല്ലതെന്നൊക്കെ നമുക്ക് എല്ലാ കുട്ടികൾക്കും അറിയണമെന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഒരുപാട് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, +2 കഴിഞ്ഞ് ഇപ്പോൾ സയൻസ് ബാച്ച് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഏത് ബാച്ചിൽ പഠിക്കുന്നവർക്കായാലും പലതരം കോഴ്സസ് അവൈലബിൾ ആണ്. പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ളവരുണ്ട്. പ്രൊഫഷണൽ കോഴ്സസ് അവൈലബിൾ ആണ്, ഡിഗ്രി കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാത്രമല്ല, കോളേജുകളുണ്ട്, ഒരുപാട് ഗവൺമെൻറ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പുറത്ത് പോയി പഠിക്കണമെന്നവരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ കോഴ്സ് എടുത്താൽ നമുക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളിപ്പോൾ എല്ലാവരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യരുത്. അതായത് ഇപ്പോൾ കുറേ കുട്ടികളുടെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് എടുത്ത പോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പഠിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറഞ്ഞത് കേൾക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് സജഷൻസ് പറയാനുണ്ടാവും. നിങ്ങൾ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ്. ഇനി ഒരാൾ ഗുണം പറഞ്ഞൊരു കോഴ്സാണെങ്കിൽ വേറൊരാൾ നിങ്ങൾക്ക് നെഗറ്റീവ്സ് ആവും പറഞ്ഞു തരാം. ചിലർ ഫീസ് അടിസ്ഥാനത്തിലുണ്ടല്ലേ, നമ്മൾ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും +2 പോലെയല്ല, ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സുകൾ അത്യാവശ്യം നമുക്ക് ഫീസും ആവശ്യമാണ്. ആ ഫീസിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുക, അതനുസരിച്ച് നിങ്ങൾക്ക് കരിയർ സെറ്റ് ആവാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലേ? അതാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത്. മാത്രമല്ല, നമ്മൾ ഇനി ഏത് കോഴ്സ് പഠിച്ചാലും എത്ര സമയത്തിനുള്ളിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ ഓരോ കോഴ്സിനും അതിൻ്റേതായ ഡീറ്റെയിൽസും ഇൻഫോർമേഷൻസും ഉണ്ട്. അവിടെ നമുക്കിനി എങ്ങനെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ് ഇതുപോലെ നമുക്ക് ഓരോ കോഴ്സസ് നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതും നമുക്ക് വലിയ അറിവുണ്ടാവില്ല. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാൻസസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പണ്ടൊക്കെ മിസ്സൊക്കെ പഠിക്കുമ്പോൾ നമുക്കിതൊന്നും പറഞ്ഞു തരാനായിട്ട് പ്രത്യേക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കൊമേഴ്സ് വിദ്യാർത്ഥികളാണെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു BCom, ഒരു BBA അല്ലെങ്കിൽ ഒരു BCA. അതും കുറേ കുട്ടികൾക്ക് കൊമേഴ്സിൻ്റെ ഫീൽഡിലും വ്യത്യസ്തമായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യണം. അപ്പോൾ 2 കൊല്ലം അവർ കൊമേഴ്സ് എടുത്തത് വെറുതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടോക്കുകളൊക്കെ വരുമ്പോൾ മിസ്സൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഡിഗ്രി BCom ആണ്. അന്ന് പ്രൊഫഷണൽ കോഴ്സുകൾ ഒരു CA, CMA, ACCA കഴിഞ്ഞു. ഇതല്ലാതെ ഒരുപാട് നമുക്ക് ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റാവുന്ന കുറേ കോഴ്സുകളൊക്കെ നമുക്കുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഗ്രി എടുക്കാം, ഡിപ്ലോമ എടുക്കാം, ഇനി എഞ്ചിനീയറിംഗ് സെക്ഷനും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അവിടെയുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾ വേണമെന്നുള്ളവർക്ക് അത് എടുക്കാം അല്ലേ? ഡിപ്ലോമ ഒക്കെ നമുക്ക് എങ്ങനെ വേണം, 1 വർഷത്തെയും 2 വർഷത്തൊക്കെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. കുറേ ബോയ്സ് എന്ത് ചെയ്യാന്നറിയോ, 2 വർഷമൊക്കെ ഡിപ്ലോമ പഠിച്ചവർക്ക് പുറത്ത് പോകണം, അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. ഇനി കോളേജുകൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവാം, കേരളത്തിൻ്റെ ഉള്ളിലുള്ള കോളേജുകൾ, ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് അവിടെ പഠിക്കുന്നുള്ളവരുണ്ടാവാം. ഇനി കേരളത്തിന് പുറത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹൈദരാബാദോ അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പഠിക്കണം എന്ന ആഗ്രഹം എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കോളേജുകൾ നിങ്ങൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കും. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടി വരും. ഇനി ഓരോ കോഴ്സിൻ്റെയും ഫീസ്, പിന്നെ പല സ്ഥലത്തും ഇപ്പോൾ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. റിസൾട്ട് വരുന്നേക്കാൾ മുന്നേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇന്നതാണ്, അപ്പോൾ റിസൾട്ട് അറിയുന്നതിന് മുന്നേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇനി നമുക്ക് എങ്ങനെയായാലേ അഡ്മിഷൻ എടുക്കാം എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. സോ ഇതിന് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ, ഇപ്പോൾ മിസ് പറഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ പോകണം, എത്ര ഫീസ് അടയ്ക്കണം, അവിടെ എങ്ങനെയാണ് സ്ട്രക്ചർ, അത് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണോ, നമുക്ക് കരിയർ സെറ്റ് ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്
അപ്പോൾ പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേർക്കൊക്കെ ഇതുപോലെ ഏജൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് അത്ര വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൈസ പോയിട്ടുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എഡ്യൂവാലറ്റിൻ്റെ കീഴിൽ നമുക്ക് ഇതുപോലെ ഒരു കരിയർ ഗൈഡൻസ് എക്സ്പേർട്ട് ഉണ്ട്. അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മിസ് ഇവിടെ പറഞ്ഞു തരാം. അതായത് അവരുടെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരാണ്. ഇവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് ആഫ്റ്റർ പ്ലസ് ടുവിന് ശേഷം എത്രത്തോളം കോഴ്സുകളുണ്ട്, ഏതൊക്കെ കോളേജിൽ ഇപ്പോൾ നിങ്ങൾ കുറേ കോഴ്സുകൾ അവർ പറയുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നോക്കി നിങ്ങൾ അതിലൊരു ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്തു. അതിനുശേഷം അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ പറഞ്ഞു തരും, എവിടെയൊക്കെ ഏതൊക്കെ കോളേജുകൾ അവൈലബിൾ ആണെന്നുള്ളത്. ദെൻ ആ കോളേജിലെ ഫീസ് സ്ട്രക്ചർ, അവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് അവർ സെലക്ട് ചെയ്ത് തന്നാൽ ആ കോളേജിലേക്ക് നിങ്ങളുടെ കൂടെ അവർ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. അതിനെ എല്ലാ ഡൗട്ടുകളും ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഒരു അഡ്മിഷൻ പോർട്ട് നമ്മുടെ എഡ്യൂവാലറ്റിൻ്റെ കീഴിലുണ്ട്. അത് വളരെയധികം എന്താ പറയുക, ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷവും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയത്. ഈ ഒരു അഡ്മിഷൻ പോർട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും, നമുക്കിപ്പോൾ ഒരു കോളേജിൽ പോകണം അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അതിന് വേണ്ട അഡ്മിഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ടാണ് ഇവർ ചെയ്യുക. ഒരു ട്രസ്റ്റ് വേർത്താണ്, നമുക്ക് ഉറപ്പിച്ച് പറയാം, 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഇവർ കംപ്ലീറ്റ്ലി വിശ്വാസമുള്ള ഒരു കരിയർ എക്സ്പേർട്സ് ആണ്. മാത്രമല്ല ഇവർക്ക് നിങ്ങൾ ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ഡയറക്റ്റ് ആ കോളേജിൽ പോയിട്ട് കോളേജിലെ ഫീസ് അല്ലാതെ വേറെ ഒരൊറ്റ ഫീസ് പോലും നമ്മൾ സാധാരണ ഇപ്പോൾ ലേബർ കോൺട്രാക്ടേഴ്സിനും അതുപോലെ തന്നെ ലേബർ ഏജൻറ്റിനൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള ഫീസുകളും കാര്യങ്ങളൊന്നും ഇവർ സ്പെഷ്യൽ ഫീ ഒന്നും ഇവരെ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല. അവർ നമുക്ക് ഗോൾ അനുസരിച്ചിട്ടുള്ള നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആപ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഫോൺ നമ്പർ മിസ് തന്നിട്ടുണ്ട്, ഇതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, 7012537672 ഓർ 9407070747. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അവരെ. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ എഡ്യൂവാലറ്റിൻ്റെ ഇതിൽ കണ്ട് ഇൻഫോർമേഷൻ അനുസരിച്ച് വന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയും. മാത്രമല്ല ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് മിസ് കമൻറ്റ് ബോക്സിൽ തരുന്നുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഓൾ കോഴ്സസ്, അതായത് നമ്മളൊക്കെ ശരിക്കും പോലും അറിയാത്ത തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റീസിൻ്റെയും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് സിസ്റ്റം തുടങ്ങിയ എല്ലാ ഫീൽഡിലുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ നമുക്കൊന്നും അറിയുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ റിലേറ്റീവ്സ് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞു പറഞ്ഞിട്ട് നിൽക്കുന്നേക്കാൾ ബെറ്റർ ഇത്രയധികം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കോഴ്സുകൾ ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഇവർ പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ സമയം കളയരുത്, നമുക്ക് ഓൾറെഡി ടൈം കഴിഞ്ഞു. എത്രയും വേഗം നിങ്ങൾ ഈ ലിങ്കിൽ ജോയിൻ ചെയ്ത് അവരുടെ ഗ്രൂപ്പിൽ കയറുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി ഏതെങ്കിലും കോളേജൊക്കെ പോയി കണ്ട് സംസാരിക്കുന്ന എല്ലാവരും ചെയ്തു തരും. ഇപ്പോൾ നമ്മുടെ പാരൻസിനൊന്നും പറയുന്നില്ല എങ്കിൽ ഇവരെ നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മിസ് ഈ ഒരു കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടിനെ കുറിച്ച് പറയുന്നത് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം കളയാതെ നിങ്ങളെ കരിയർ പ്ലസ് ടുവിന് ശേഷം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്യാതെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒപ്പം അവരോട് എല്ലാ കോഴ്സിനെ പറ്റി നന്നായി ചോദിച്ച് മനസ്സിലാക്കുക. നല്ലൊരു കരിയർ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ ആ ഒരു തിരക്കിൽ നമുക്ക് ഒരുപാട് തിരക്ക് വരും. അപ്പോൾ നമുക്ക് ഏത് കോഴ്സാണെന്നുള്ളത് അപ്പം നമുക്ക് ആലോചിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അഡ്മിഷനൊക്കെ ചിലപ്പോൾ പല സ്ഥലത്തും ക്ലോസ്ഡ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റാക്കി തരും നിങ്ങളുടെ ഒരു കരിയറിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും വേഗം നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു കരിയർ ചൂസ് ചെയ്തെടുക്കുക. പ്ലസ് ടുവിന് ശേഷം നമ്മൾ പ്ലസ് ടു പഠിച്ചതിന് ശേഷം ഇറങ്ങുമ്പോൾ നല്ലൊരു കരിയർ നിങ്ങൾ സെറ്റാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വൈകാതെ നമ്മൾ ഇനി കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലി സാധ്യതകൾ എന്നൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.